ഹലോ, ഈസി സിറ്റി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ തലവൻ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ജിസ് ജോയി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് തലവൻ. ആസിഫ് അലി, ബിജു മേനോൻ ആണ് ലീഡിങ് റോൾസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കൂടുതൽ പറയുന്നത് വേണ്ട, പടം കാണാം, ട്രെയിലർ കാണാം. ട്രെയിലർ കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും എന്തുവാ സംഭവം. ലേടാവേ അരുൺ നാരായണൻ പ്രൊഡക്ഷൻസ്. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. പന്തീരാണ്ട് കൊള്ളിട്ടാലും ബെറ്ററാവത്തേനോ. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സർ ഓൾമോസ്റ്റ് 1.5 വർഷം. സ്റ്റുഡിയോസ് അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. പ്രത്യേകം ലേശം മുൻകോപം നല്ല മോനെ. പോലീസിന്റെ കൈ വെക്കുന്നു. അടിക്കണോ? കൊലപാതകശ്രമം ആട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങിന് കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത്. ഇംഗ്ലീഷ് പോത്തനൊക്കെ ഉണ്ടല്ലോ. Manipulated ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്തിയടാ, നീ എന്തിയടാ? രണ്ടും ഒരേ ഇനവാ, ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സ്റ്റെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലിനി ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇടിച്ച് ഞാൻ പിഴിയും കഴിവറി. ഒന്ന് വണ്ടി കയറും. ഞാനാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ചോ. ഇപ്പൊ ഇവിടത്തെ എത്തിച്ചോ ഞാൻ. ഞങ്ങൾ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. എടാ മോനെ, ഒരു ജിസ് ജോയ് സംഭവം. തലവൻ, ബിജു മേനോൻ, ആസിഫ് അലി. പ്രൊഡ്യൂസ്ഡ് ബൈ അരുൺ നാരായണൻ, സിജോ സെബാസ്റ്റ്യൻ. മ്യൂസിക് ദീപക് ദേവ കേട്ടോ മ്യൂസിക് ചെയ്തേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂരജ് ES. സിനിമാറ്റോഗ്രഫി ശരൺ വേലായുധൻ. എഡിറ്ററാണ് സൂരജ് ES. കൊള്ളാം, ട്രെയിലർ കൊള്ളാം. ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊരു കുഴപ്പമൊഴിച്ച് വേറെ ഒന്നുമില്ല. എന്തോ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. മൊത്തം സിനിമ ഒരു പോലീസ് ആണല്ലോ, പോലീസ് സ്റ്റോറി ആണല്ലോ. അപ്പം ട്രൂ സ്റ്റോറി ഒന്നും അല്ലെന്ന് തോന്നുന്നു. മൊത്തം പ്രശ്നങ്ങളും പിന്നെ ആരാടാന്ന് ചോദിച്ചാൽ നീ ആരാടാന്ന് ചോദിക്കുന്ന തരത്തിലുള്ള 2 ക്യാരക്ടേഴ്സും. പുള്ളി ഫീൽ ഗുഡിൽ നിന്ന് മാറ്റി ചവിട്ടിയതായിരിക്കും. എപ്പോഴും ഒരേ ട്രാക്കിൽ തന്നെ പോകുന്നത് ശരിയല്ലല്ലോ, അല്ലേ? അപ്പൊ 2024 എല്ലാ സിനിമകൾക്കും നന്നായിരുന്നത് പോലെ തന്നെ ജിസ് ജോയ് പടം തലവനും അടിപൊളിയാവട്ടെ. 100 കോടി അടിക്കട്ടെ, 100 ദിവസം ഓടട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. പിന്നെ ശ്രദ്ധിച്ച മറ്റേ അങ്ങേരുണ്ട് ഇതില്, ഏതാ നമ്മുടെ നായാട്ടല്ല, നായാട്ടില് മുറുക്കി ചവച്ചിട്ട് തുപ്പുന്ന, പോലീസ് സ്റ്റേഷനിൽ തുപ്പിട്ട് ഇങ്ങനെ ചവിട്ടി തേക്കുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ. ആ പുള്ളി ആ സിനിമയില് പുള്ളി തീർക്കാനായിരുന്നു. ഒരു ടഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ടഫ്. ഇതിലും ഉണ്ട് പുള്ളി നൈസായിരിക്കും. സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി ആ ഡാർക്ക് വേഷം നല്ല അടിപൊളിയായിട്ട് ചെയ്യും. പിന്നെ മറ്റേ ചേട്ടനൊക്കെ ഉണ്ട്, നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ വില്ലൻ ചേട്ടനല്ലേ, ഇടിയൻ ചേട്ടൻ. പുള്ളിയൊക്കെ നൈസ് മെമ്പറാ. പുള്ളിയൊക്കെ മറ്റേ മൂത്തോണ്ടതൊക്കെ ചെയ്തേക്കുന്നില്ല, വെടിക്കെട്ട് റോളാ. കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ അതെല്ലാം. പടം അടിപൊളിയാവട്ടെ. പടം ഓഡിയൻസിന് കണക്ട് ആയി കഴിഞ്ഞാൽ പടം പൊട്ടുപോലെ കയറിപ്പോകും. നല്ല മേക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അല്ല ഞെരിപിരി കൊണ്ട് ട്രെയിലർ. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ബൈ.